السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله حمدا كثيرا طيبا مباركا فيه وصلى الله على نبينا محمد وعلى آله وصحبه أجمعين ما بعد. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളായ സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിക്കണമെന്ന് എല്ലാവരോടും വളരെ ആത്മാർത്ഥപൂർവ്വം വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഇവരെയും അള്ളാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ അനുഷ്ഠിച്ച എല്ലാ നോമ്പുകളും ഇബാദത്തുകളും അള്ളാഹു തആല നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഈ ഇബാദത്തുകളിലൂടെ അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ റയ്യാൻ എന്ന കവാടത്തിലൂടെ പ്രവേശിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഉപദേശങ്ങൾ അനവധി കേൾക്കുന്നവരാണ് നമ്മൾ. ഉപദേശങ്ങൾ ആഗ്രഹിക്കുന്ന നിമിഷങ്ങൾ പലപ്പോഴും നമുക്കുണ്ടാവാറുണ്ട്. അത് ദുന്യവിയായ വിഷയത്തിലായാലും ആത്മീയ വിഷയത്തിലായാലും ഒക്കെ പല ഘട്ടങ്ങളിൽ ഒരു കുഞ്ഞു ജനിച്ചാൽ അല്ലെങ്കിൽ മരണമുഖത്ത് എന്തൊക്കെ ചെയ്യണമെന്നുള്ളതൊക്കെ അന്വേഷിക്കുന്ന ആളുകളാണ്. സ്വത്ത് ഊരിവെക്കുന്ന വിഷയത്തിലൊക്കെ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഉപദേശങ്ങൾ നമ്മൾ അന്വേഷിക്കാറുണ്ട്. ദുന്യവിയായ വിഷയമായാലും മക്കളുടെ വിദ്യാഭ്യാസം, ആരോഗ്യ പ്രശ്നങ്ങൾ, ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ തുടങ്ങി ഒട്ടനവധി കാര്യങ്ങളിൽ ഉപദേശം തേടുന്നവരാണ് ഞാനും നിങ്ങളും. ഈ ഉപദേശങ്ങളിലൂടെ പല സംഗതികളും നമുക്ക് നേടിയെടുക്കാനും സാധിക്കാറുണ്ട്. ഉപദേശങ്ങൾ ദീനിയായ ഒരു പശ്ചാത്തലം എടുത്തു നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് ഒരുപാട് സമയങ്ങളിൽ ഔസിനി എന്നെ ഉപദേശിച്ചാലും എന്ന് ചോദിച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപദേശിച്ച സ്വഹാബികളുടെ ആ സംഭവങ്ങൾ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഉപദേശം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 23 വർഷത്തെ പ്രവാചക ജീവിത കാലഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഖമുദ്രയായി വളരെ പ്രാധാന്യത്തോടു കൂടെ കൊണ്ട് നടന്നൊരു കാര്യമാണ്. ഞാനും നിങ്ങളും അത് ഏറ്റെടുത്തുകൊണ്ട് ജനപദങ്ങളിലേക്ക് കൈമാറേണ്ട കാര്യമാണ്. വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. ഉപദേശം അവസാനിച്ചു കഴിഞ്ഞാൽ ഈ ലോകം അവസാനിച്ചതുപോലെയാണ്. അത്രയും ദുർഗതിയിലേക്ക് ഈ സമൂഹം നീങ്ങും. കാലക്രമേണ ഓരോ കാലഘട്ടങ്ങളിലേക്കും പ്രവാചകന്മാർ ഇത് മനസ്സിലാക്കിയിട്ടാണ് അല്ലാഹു തആല അയച്ചിട്ടുള്ളത്. 1.25 ലക്ഷത്തോളം പ്രവാചകന്മാർ ഈ ലോകത്തേക്ക് കടന്നു വന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ 25 പ്രവാചകന്മാരെ സംബന്ധിച്ചാണ് ഖുർആൻ പേരെടുത്ത് പരാമർശിച്ചിട്ടുള്ളത്. ഏതായാലും ഞാൻ ചുരുക്കട്ടെ. ഫദക്കിർ ഇന്ന ഫഅതി ദിക്റ. സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, നമ്മളോടുള്ള താക്കീതും കൂടിയാണ്. നീ താക്കീത് നടത്തുക, ഉത്ബോധനം നടത്തുക. ഇന്ന ഫഅതി ദിക്റ, ആ ഉപദേശം ഉത്ബോധനം ഉപകാരപ്പെടുന്നവർക്ക് സയദ്ദക്കറു മൻ യഖ്ഷ, അങ്ങനെ അള്ളാഹുവിനെ ഭയപ്പെട്ട് അവർ അവരുടെ ജീവിതം നന്നാക്കും, ആ ഉത്ബോധനത്തെ സ്വീകരിക്കും എന്നുള്ളതാണ്. മറ്റൊരു ആയത്തിൽ അല്ലാഹു തആല പറയുന്നു, ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ, നീ താക്കീത് നടത്തുക, ഒരു താക്കീതുകാരൻ മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് പറയുന്നത്. ലസ്ത അലൈഹിം ബിമുസൈത്തിർ, ആ ഉപദേശം അവരുടെ അധികാരം ചെലുത്താനുള്ളതല്ല. ഇല്ലാ മൻ തവല്ല വകഫർ ഫയുഅദിബുഹു അല്ലാഹുൽ അദാബൽ അക്ബർ. എന്നാൽ ഈ ഉപദേശത്തിൽ നിന്ന് തിരിഞ്ഞു പോവുകയും നിഷേധിക്കുകയും ചെയ്ത ആളുകൾ ഫയുഅദിബുഹു അല്ലാഹു അദാബൽ അക്ബർ, അവർ അല്ലാഹു തആല ഏറ്റവും വലിയ ശിക്ഷ ശിക്ഷിക്കുന്നതാണ് എന്ന് ഖുർആൻ നമ്മോട് പറഞ്ഞു തരുന്നു. ഒരൊറ്റ ഹദീസ് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കും. അബൂദർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, ചോദിക്കണം ഉപദേശം. അബൂദർ റളിയല്ലാഹു അൻഹു പറയുന്നു, അമറനി ഖലീലി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസബ, എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 7 ഉപദേശങ്ങൾ നടത്തി. ഇമാം അഹ്മദ് റഹിമഹുല്ല തൻ്റെ മുസ്നദിൽ ഈ സംഗതി വിശദീകരിക്കുന്നുണ്ട്. ഷെയ്ഖ് അൽബാനി റഹിമഹുല്ല ഈ ഹദീസ് സ്വഹീഹാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊന്ന് എന്താ വെച്ചാൽ 7 ഉപദേശങ്ങളാണ് പറയുന്നത്. അമറനി ബിഹുബ്ബിൽ മസാക്കീനി വദ്ദുനുവി മിൻഹും, എന്നോട് കൽപ്പിച്ചത് മിസ്കീനുകളെ ഇഷ്ടപ്പെടാനാണ്, അവരോടുമായി ചേർന്ന് നിൽക്കാനാണ്. നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും
വില കുറഞ്ഞ ആളുകൾ എന്ന് പറഞ്ഞാൽ വില കുറഞ്ഞത് ദീനീയായ പശ്ചാത്തലം ഇല്ലാത്തത് കൊണ്ടല്ല, സാമ്പത്തികമായി ഇല്ലാത്തത് കൊണ്ട്, ലഈഫ് ദുർബലരായ അവസ്ഥയായതുകൊണ്ടാണ് ആ ആളുകളൊക്കെ ഏറ്റവും താഴ്ന്ന വിഭാഗമായിട്ട് കാണുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ അതിദരിദ്രരെ ഇല്ലാതെയാക്കി എന്ന് പറയുന്നുണ്ട്, ഇനി ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലേക്ക് കിടക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായിരുന്നാലും ഇങ്ങനെ മിസ്കീനുകളായ ഫക്കീറുകളായ ആളുകൾ അപരവൽക്കരിക്കപ്പെട്ട ആളുകളാണ് പലപ്പോഴും നമ്മുടെ ചുറ്റുപാടിൽ. അത് ഏത് രാജ്യത്തായാലും ഏത് സമൂഹത്തിലായാലും അങ്ങനെ തന്നെയാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവരെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ഇസ്ലാം ഖുർആനിക അധ്യാപനങ്ങളും പ്രവാചകന്റെ ചരിത്രവും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിൽക്കുന്ന ഒരു സമയത്ത് ഒരു സാമ്പത്തികമായി നല്ലോണം കൈവരിച്ച ഒരു വ്യക്തി അതിലൂടെ നടന്നു പോവുകയുണ്ടായി. അദ്ദേഹത്തെ പറ്റി ചോദിക്കുകയും അദ്ദേഹത്തെ പറ്റി സ്വഹാബികളുടെ വിലയിരുത്തൽ, അദ്ദേഹം സമ്പത്തുള്ള ഒരു വ്യക്തിയാണ്, അദ്ദേഹം ആളുകൾ അംഗീകരിക്കപ്പെടുന്ന വ്യക്തിയാണ്, അദ്ദേഹം വിവാഹം അന്വേഷിച്ചാൽ വേഗം കല്യാണം അദ്ദേഹത്തിന് കഴിക്കാൻ കഴിയും എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പുകഴ്ത്തി പറയുകയുണ്ട്, കുറേ കാര്യങ്ങൾ പുകഴ്ത്തി പറയുകയുണ്ട്. ഒരു ദരിദ്രനായ വ്യക്തി അതിലൂടെ നടന്നു പോയപ്പോൾ അദ്ദേഹത്തെ പറ്റി പറയുന്നത്, വല്ലാഹി യാ റസൂലുള്ളാഹ് ഹാദാ മിൻ ഫുഖറാഇൽ മുസ്ലിമീൻ, ഇത് മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഏറ്റവും ഫക്കീറായ ഒരു വ്യക്തിയാണ്. ഹാദാ ഹരിയുൻ ഇൻ ഖതബ ലം യുൻക, ഇദ്ദേഹം വിവാഹം അന്വേഷിച്ചാൽ അദ്ദേഹത്തിന് പെണ്ണ് കിട്ടിക്കൊള്ളുന്നില്ല, കല്യാണം നടത്താൻ കഴിഞ്ഞോളുന്നില്ല. വൈൻ ഷഫ ലാ യുഷഫ, അദ്ദേഹം എന്തെങ്കിലും റെക്കമെൻഡ് നടത്തിയാൽ ആ റെക്കമെൻഡ് ആരും മെയിൻ ചെയ്യൂല. വൈൻ ഖാല ലാ യുസ്മഅ ലി ഖൗലി, അദ്ദേഹം പറയുന്ന വാക്ക് പോലും ആരും കേൾക്കാൻ കൂട്ടാക്കില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് കേട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, ലഹാദാ ഖൈറുൻ മിൻ മിൽഇൽ അർദി മിസ്ല ഹാദാ, ഇദ്ദേഹത്തെ ആദ്യം കണ്ട വ്യക്തിയിലെ സമ്പത്തുള്ള വ്യക്തി, അദ്ദേഹത്തെ പോലെ ഭൂമി നിറയെ ആളുകൾ ഉള്ളതിനേക്കാൾ ഉത്തമം ഈ വ്യക്തിയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ പഠിപ്പിക്കുകയാണ്. സമ്പന്നരേക്കാൾ 500 വർഷം മുമ്പേ സ്വർഗത്തിൽ പ്രവേശിക്കുക ഈ മിസ്കീനുകൾ ഫക്കീറുകളായിരിക്കുമെന്ന് റസൂലിൻ്റെ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ ചുരുക്കി പറയുന്നത് എന്താ വെച്ചാൽ, അബൂദർ റളിയല്ലാഹു അൻഹുവിന് കൊടുത്ത ഒന്നാമത്തെ ഉപദേശമാണ് പാവപ്പെട്ടവരെ ഇഷ്ടപ്പെടാനും അവരോട് ചേർന്ന് നിൽക്കാനും. ഇതൊക്കെ ഞാനും നിങ്ങളും ഒക്കെ ഉള്ള സമൂഹത്തിൽ ഒരുപാട് റോഡ് സൈഡിലൊക്കെ കടന്നുറങ്ങുന്ന, അല്ലെങ്കിൽ വീടില്ലാത്ത, അല്ലെങ്കിൽ മറ്റു ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ റമദാൻ മാസത്തിൻ്റെ പുണ്യം മനസ്സിലാക്കി അവരെയൊക്കെ ചേർത്ത് നിർത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മിസ്കിൻ എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ ഒരു സംഗതിയൊന്നുമല്ല. അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മിസ്കീങ്ങളെ ഇഷ്ടപ്പെടണം. അഹിബുൽ മിസ്കീൻ മസാക്കീൻ ഫഇന്നി സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലാഹുമ്മ, റസൂലിൻ്റെ പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ അഹ്യിനി മിസ്കീന, അല്ലാഹുവേ എന്നെ മിസ്കീനായിട്ട് ജീവിപ്പിക്കണേ. വ അമിജ്നി മിസ്കീന, എന്നെ മിസ്കീനാക്കി മരിപ്പിക്കണമേ. വഹ്ശുർനി ഫീ സുംറത്തിൽ മസാക്കീൻ, പരലോകത്ത് മിസ്കീനുകളുടെ കൂടെ എന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കണമേ. ഈ പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത്. എന്ന് വിചാരിച്ച് ഇസ്ലാം ഒരു മുതലാളിത്ത വ്യവസ്ഥക്കെതിരല്ല. മുതലാളിമാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒട്ടനവധി കാര്യങ്ങൾ, അത് ഈ വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ പറയണില്ല. ഇവിടെ ഒരാൾ മുതലാളിയാവുന്നതിനെ സംബന്ധിച്ച് നിരുത്സാഹപ്പെടുത്തുന്ന ഒരു സംഗതിയില്ല. പക്ഷെ റസൂലിൻ്റെ ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ, അവർ ദുർബലരാണ്, അവരുടെ കൂടെ ആ രൂപത്തിൽ തന്നെ മരിക്കാനും ജീവിക്കാനും പരലോകത്ത് എഴുന്നേൽക്കാനുമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഷ്ടപ്പെട്ടത്. മാത്രമല്ല, റസൂലിൻ്റെ വഫാത്തിൻ്റെ സമയത്ത് റസൂലിൻ്റെ വീട്ടിൽ വിളക്ക് കത്തിക്കാൻ, എണ്ണ ഒഴിക്കാൻ എണ്ണയില്ലാഞ്ഞിട്ട് തൻ്റെ പടയെങ്കി പണയം വെച്ചിട്ടാണ് എണ്ണ വാങ്ങിക്കൊണ്ടതെന്ന് ചരിത്രം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. റസൂലിൻ്റെ വീട്ടിൽ ഒരു അതിഥിയെ സൽക്കരിക്കാൻ റസൂൽ ഇഷ്ടപ്പെട്ടു. വീട്ടിലേക്ക് പോയി തൻ്റെ ഭാര്യമാരോട് ചോദിക്കുകയാണ്, എന്താ വീട്ടിലുള്ളത്? റസൂലെ പച്ചവെള്ളമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞു. ആ ചരിത്രമൊക്കെ നമ്മൾ ഒരുപാട് തവണ കേട്ടതാണ്. വിശന്ന് ദാഹിച്ചിട്ട് വീടിൻ്റെ പുറത്തിറങ്ങി നടക്കുകയായിരുന്നു റസൂൽ. അങ്ങനെയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കാണുന്നത്, അങ്ങനെയാണ് ഉമർ റളിയല്ലാഹു അൻഹുവിനെ കാണുന്നത്. ഇവരൊക്കെ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങേണ്ടി വരികയാണ്. എന്തുകൊണ്ട്? പട്ടിണി കൊണ്ട്. ആ കാര്യം കൂടെ ഇതിൽ ചേർത്ത് വെക്കണം. ഒന്നാമത്തെ ഉപദേശം, പാവപ്പെട്ടവരെ ഇഷ്ടപ്പെടുക, അവരോട് ചേർന്ന് നിൽക്കുക എന്നാണ്. അബൂദർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, വ അമറനി അൻ അസില റഹിം ഇൻ അക്ബർത്,
കുടുംബക്കാർ പിന്തിരിഞ്ഞു പോയാലും കുടുംബബന്ധം ചേർക്കണം. കുടുംബബന്ധം ഏറ്റവും മഹത്തരമായ ബന്ധമാണ്. അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കണമെങ്കിൽ അള്ള പറഞ്ഞൊരൊറ്റ കാര്യം പറഞ്ഞാൽ, അനല്ലാഹ്, ഞാൻ അള്ളയാണ്, വാന റഹ്മാൻ, ഞാൻ റഹ്മാനാണ്. ഇത് അള്ള പറഞ്ഞതാട്ടോ. എന്നിട്ട് അള്ള പറയാണ് ഖലഖ്തു റഹിം, ഞാനാണ് കുടുംബ ബന്ധത്തെ സൃഷ്ടിച്ചത്. ശ്രദ്ധിക്കണം നിങ്ങൾ, ഞാനാണ് കുടുംബ ബന്ധത്തെ സൃഷ്ടിച്ചത്. വശഖഖ്തു ലഹാ മിൻ ഇസ്മി, എൻ്റെ പേരിൽ നിന്നാണ് എന്ത്, ഈ റഹിം എന്നുള്ളത് റഹ്മാൻ എന്ന പേരിൽ നിന്നാണ് അള്ളാഹു തആല പകുത്തി നൽകിയിട്ടുള്ളത്. വമൻ വസലഹ വസൽതുഹു വമൻ ഖതഹ ബതത്തുഹു, ആരെങ്കിലും അത് ചേർത്താൽ അവനെ ഞാനും ചേർക്കും, ആരെങ്കിലും അത് മുറിച്ചു കളഞ്ഞാൽ അവനെ ഞാൻ മുറിക്കുമെന്ന ഈ ഒരൊറ്റ ഹദീസ് മതി അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാം. സഹോദരങ്ങളെ, പല പ്രശ്നങ്ങളും കുടുംബത്തിലുണ്ടാവും. ഒരുമിച്ച് ജീവിക്കുമ്പോൾ, ഇടപെടുമ്പോൾ, ഇടപാടുകൾ ഉണ്ടാകുമ്പോൾ, സ്വത്ത് ഓരിവെക്കുന്ന വിഷയത്തിലായാലും, കുടുംബത്തിലെ ഒരു ചെറിയ ഒരു ഫംഗ്ഷൻ ആയാലും, അല്ലെങ്കിൽ ഉമ്മയുടെ വിഷയത്തിലായാലും, ഉപ്പയുടെ വിഷയത്തിലായാലും, സഹോദരങ്ങളുടെ വിഷയത്തിലായാലും, സഹോദരിമാരുടെ വിഷയത്തിലായാലും, ഇതൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ആ പ്രശ്നങ്ങളെ തിരിച്ചറിഞ്ഞ് ആ പ്രശ്നത്തെ വലിയ പർവ്വതീകരിക്കാതെ അവിടുത്തെ ഏറ്റവും ലളിതമായ രീതിയിൽ അത് കൈകാര്യം ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത്. ആ രൂപത്തിൽ തന്നെ പോകേണ്ടതുണ്ട്. മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താ പറയുക, അല്ലാഹു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, വഅമറനി അല്ലാ അസ്അല അഹദൻ ഷൈഅ, ഒരാളോട് ഒന്നും ചോദിക്കാതെ ജീവിക്കുക എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, ചില ആളുകൾ അവരെ കണ്ട് പരിചയപ്പെട്ടാൽ മതി, തൊട്ടടുത്ത നിമിഷം പ്രാരാബ്ധം പറയാം, എന്നിട്ട് എന്തെങ്കിലും സാമ്പത്തികമായിട്ട് ചോദിച്ചു പോകാം. അത് അടുത്ത ആളിലേക്ക് ഇങ്ങനെ പോകും. പള്ളികളിലൊക്കെ വ്യാപകമായി നമുക്കത് കാണാൻ പറ്റും. ചോദിക്കുന്നവർ അങ്ങനെ ചോദിച്ചു കൊണ്ടേയിരിക്കുക. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത് ആരോടും ഒന്നും ചോദിക്കാതെ ജീവിക്കാൻ കഴിയുക എന്നുള്ളതാണ്. ഇറക്കാതെ ജീവിക്കുക എന്നൊക്കെ പറയില്ലേ. നാളെ ഈ ആളുകൾ പരലോകത്ത് വരുന്നതിനെ പറ്റിയാണ് പറഞ്ഞത്. ഈ ആളുകൾ മുഖത്ത് മാംസം ഇല്ലാത്ത നിലയിലാണ് നാളെ പരലോകത്തേക്ക് വരിക എന്നുള്ളതാണ്. സഹോദരങ്ങളെ, പരമാവധി സ്വയം പര്യാപ്തരാവാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക. എന്നാൽ ഈ ചോദിച്ചു വരുന്നവനെ ഉൾക്കൊള്ളാനുള്ള മനസ്ഥിതി കൂടി നമുക്കുണ്ടാവുന്നുണ്ട്. വമ്മസയില ഫലാത്തന്നെ, ചോദിച്ചു വരുന്നവരെ നമ്മൾ ആട്ടി ഓടിക്കരുത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരാളുടെ മുന്നിലേക്ക് സ്വന്തം മക്കളെ കൈ പിടിച്ചു കൊണ്ടുവന്ന് വരെ യാചന നടത്തുന്ന ആളുകളുണ്ട്. അത്തരം കാര്യങ്ങൾ ചോദിക്കാതിരിക്കാൻ അല്ലാഹു തആല നിയമത്തും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതേപോലെ തന്നെ സത്യം പറയുക എന്നുള്ളതാണ്. വഇൻ കാന മുർറൻ, എത്ര കയ്പുള്ള സംഗതിയാണ്. ജീവിതത്തിലെ ഒരു പരീക്ഷണത്തിൻ്റെ ഘട്ടത്തിലാണ്. ആ ഘട്ടത്തിലാണെങ്കിൽ പോലും ഇവിടെ എനിക്ക് അനുഭവിക്കാൻ പോകുന്നത് എൻ്റെ ജോലി നഷ്ടപ്പെടാം, എനിക്ക് സാമ്പത്തികമായി കിട്ടുന്ന സൗഭാഗ്യങ്ങൾ നഷ്ടപ്പെടാം, അല്ലെങ്കിൽ എനിക്ക് മാരകമായ പരുക്കുകൾ ഏൽക്കാൻ, മറ്റു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ ഒക്കെ സാധ്യതയുള്ള കേസാണെങ്കിൽ പോലും സത്യം പറയുക എന്നുള്ളത്. അല്ലാഹു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന സ്വിദ്ഖ യഹ്ദി ഇലൽ ബിർ, സത്യസന്ധത എന്ന് പറയുന്നത് നന്മയിലേക്ക് വഴി നടത്തും, നന്മ എന്ന് പറയുന്നത് സ്വർഗത്തിലേക്ക് വഴി നടത്തുമെന്നാണ്. അല്ലാഹു തആല സത്യം പറയുന്ന വ്യക്തിക്ക് വഇന്ന റജുല ലയസ്തുഖ യക്തുബ സിദ്ദീഖ്, ഒരാൾ സത്യം പറയുന്നുവെങ്കിൽ അള്ളാഹു രേഖപ്പെടുത്തും അവ സിദ്ദീഖാണ്, സത്യസന്ധനാണ്. എന്നാൽ തെമ്മാടിത്തം അത് കളവ് വഴി നടത്തുന്നത് തെമ്മാടിത്തത്തിലേക്കാണ്. ആ തെമ്മാടിത്തം വഴി നടത്തുന്നത് നരകത്തിലേക്കാണ്. ഒരാൾ ഈ കളവ് പറയുക വഴി അവൻ ഒരു കദ്ദാബാണ് എന്ന് അള്ളാഹു തആല രേഖപ്പെടുത്തുമെന്ന് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നോക്കൂ നിങ്ങൾ സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രയെത്ര കളവുകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തമാശക്ക് പോലും കളവ് പറയരുത്. വൈലുല്ലഹു, അവന് നാശം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്. കളവ് പറയാൻ പാടില്ല. എത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. മറ്റൊരു കാര്യം, ഇതൊക്കെ അബൂ റളിയല്ലാഹു അൻഹുവിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കൊടുത്ത ഉപദേശമാണ്. മറ്റൊരു ഉപദേശമാണ് വഅമറനി അല്ല അഖാഫ ഫില്ലാഹി ലൗമത്തലായി, ആക്ഷേപകന്റെ ഒരു ആക്ഷേപവും ഭയപ്പെടുകയില്ല. ദീനിയായ നിലപാടിലൂടെ ജീവിച്ച് അത് മറ്റുള്ളവർക്ക് പ്രബോധനം ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒക്കെ ബാധ്യതയാണ്. അംറും ബിൽ മഅറൂഫ് വനഹ്യും അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. നോക്കൂ നിങ്ങൾക്ക് മൻ റആ മിൻകും മുൻകർ, നിങ്ങളൊരു തിന്മ കണ്ടാൽ അത് കൈകൊണ്ട് തടുക്കണം. അതിന് കഴിയില്ലെങ്കിൽ നാവ് കൊണ്ട് തടുക്കണം. അതിനും കഴിയില്ലെങ്കിൽ ഹൃദയത്തിൽ നിന്ന് അതിനുള്ള വെറുപ്പെങ്കിലും രേഖപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അതാണ് ഈമാൻ.
ഇങ്ങനെ നമ്മൾ സമൂഹത്തിൽ ജീവിക്കുന്ന ഘട്ടങ്ങളിൽ സ്വന്തം വീട്ടിലെ കാര്യങ്ങളായാലും മക്കളുടെ വിഷയമായാലും ഭാര്യയുടെ വിഷയമായാലും ഒക്കെ കാര്യങ്ങൾ പറയുമ്പോൾ പരിഹാസം നേരിടേണ്ടി വരും, ആക്ഷേപങ്ങൾ നേരിടേണ്ടി വരും. അതാണ് കൊടുക്കുന്ന ഉപദേശം. ഒരാക്ഷേപകന്റെയും ആക്ഷേപത്തെ ഭയപ്പെടാതെ, കളിയാക്കലുകളെ വകവെക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നോക്കൂ, നിങ്ങൾ അവസാനത്തെ ആ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഈ ദിക്റിനെ അധികരിപ്പിക്കണം. ഈ ദിക്ർ എന്ന് പറയുന്നത് അബ്ദുല്ലാഹി ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുകയുണ്ടായി, ഖുൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ ഫഇന്ന കൻസും മിൻ കുനൂസിൽ ജന്ന. സ്വർഗത്തിലെ നിധിയിൽപ്പെട്ട ഒരു നിധിയാണ്, നിധികളിൽപ്പെട്ട ഒരു നിധിയാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അത് ചൊല്ലേണി, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. എല്ലാവർക്കും അറിയുന്ന കാര്യം. ഹയ്യാല സ്വലാത്ത് ഹയ്യാലൽ ഫലാഹ് എന്ന് ബാങ്ക് കേൾക്കുമ്പോൾ നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന, നമ്മൾ ചൊല്ലുന്ന ദിക്റാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഇതിൻ്റെ പുണ്യം അറിഞ്ഞുകൊണ്ട് ചൊല്ലുക എന്നുള്ളതാണ്. കൻസു മിൻ കുനൂസിൽ ജന്ന എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഒഴിവ് സമയങ്ങളിൽ അനാവശ്യ കാര്യങ്ങളിൽ ഇടപെടുന്ന ആളുകളാണ് നമ്മളൊക്കെ. ഇവിടെയൊക്കെ ദിക്റിനെ കൊണ്ട് നമ്മുടെ നാവിനെ ജീവിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലം അനവധിയാണ്. അപ്പോൾ ഈ 7 ഉപദേശങ്ങൾ നിങ്ങൾ കേട്ട് അത് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ഓരോരുത്തരും ശ്രദ്ധിക്കണമെന്നാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നിങ്ങളുടെ മുന്നിൽ എനിക്ക് പറയാനുള്ളത്.